ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മിലോ കുഞ്ഞിന്റെ ഗ്രൂമിംഗ് ഡേ ആണ്. അതിനുള്ള ബാസ്ക്കറ്റ് ആണ്. അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ കാക്കവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോഴും അതിനെ ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്, കാരണം ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ പുറകിൽ ഒരു വിഷയം കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, പണ്ടൊക്കെ എനിക്ക് യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഉണ്ട്. ഓവർ പ്രോട്ടീൻ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പാലും, ഞാൻ ചായ അടിക്കാം, അപ്പൊ ഒത്തിരി അത് പാൽ ചായ. അപ്പൊ പാൽ ചായ ഒക്കെ ഞാൻ ഇതിവിടെ വെക്കട്ടെ. ഞാൻ പണ്ടേ ഒരു ചായ അഡിക്റ്റാണ് കേട്ടോ. അപ്പൊ ഒത്തിരി പാല് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ചില സമയത്ത് അങ്ങനെ ഭയങ്കര കാലുവേദനയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ചില സമയത്ത് കാണാം കേട്ടോ. അപ്പൊ അതിന്റെ ആണോന്ന് അറിയത്തില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കാലുവേദന. പിന്നെ എനിക്ക് ഭയങ്കര പിന്നെ ഈ അടുത്ത് നമുക്ക് കുറേ ജോലികൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ നേരം നിന്ന് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നേ. അപ്പൊ എന്തായാലും യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്നോർത്ത്. പിന്നെ ഞാൻ ഓർത്തൊന്ന് പിന്നെ ഓർത്തോ ഡോക്ടറെ തന്നെ കണ്ടേക്കാം. അപ്പൊ വല്ല എല്ലിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കാലിനൊക്കെ ഭയങ്കര വേദന. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ മാനന്തവാടിക്ക് പോയായിരുന്നു. അവിടെ ഒരു നല്ല ഡോക്ടർ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോയ ഡോക്ടറെ കണ്ടില്ല, വേറെ ഡോക്ടറായിരുന്നു. എന്നാലും ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാനും അമൃതയും കൂടിയാണ് പോയത്. കുറേ നാൾ കൂടി നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യാറുണ്ട്. നല്ല രസമായിരുന്നു, സംസാരിച്ച് അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിടയ്ക്ക് അങ്ങനെ തിരിച്ചു പോകുന്നു. അത് ഓക്കെ, യൂറിക് ആസിഡ് കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള മെഡിസിൻസ് ഒക്കെ മേടിച്ച് ഇനിയിപ്പോൾ ഇച്ചിരി പ്രോട്ടീനൊക്കെ അളവ് കുറയ്ക്കും. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഫുഡായിട്ട്, പിന്നെ അത് ഓവർ ജോലി ആകുമ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഓവർ ചായയും കുടിക്കുക, ഓവർ ഫുഡും കഴിക്കുക, അങ്ങനെ കുറെ തടിയും കൂടി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പ്രോട്ടീൻ ഇൻടേക്കും കൂടിയിട്ടുണ്ടായിരുന്നു, യൂറിക് ആസിഡും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മെഡിസിൻസ് ഒക്കെ മേടിച്ച് പോന്നു, കഴിച്ചിറങ്ങി. അപ്പൊ ഇന്നലെ ഞാൻ ഒരു ഡോസ് കഴിച്ചു, വലിയ കുഴപ്പം തോന്നിയില്ല. എന്നിട്ട് ഓക്കെ, ക്ഷീണം കാരണം യാത്ര ചെയ്ത ക്ഷീണമായിരിക്കും നമുക്ക് ഓർത്തിട്ട് കിടന്നുറങ്ങിട്ടോ. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ബ്രെഡൊക്കെ കഴിച്ചിട്ട് ടാബൊക്കെ കഴിച്ചു. എന്റെ ഭയങ്കര സൈഡ് എഫക്റ്റ് ടാബിനിട്ട്. ക്ഷീണം എന്ന് വെച്ച ക്ഷീണം ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയാ, ഉറങ്ങിപ്പോകും, ബോധം കിട്ടും. അപ്പൊ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടി. പിന്നെ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം. അങ്ങനെയാണ്. ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓർത്തോ സെക്ഷന്റെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സൈഡ് എഫക്ട് പോലെ തോന്നും കേട്ടോ. ഭയങ്കര ക്ഷീണമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. എന്തായാലും അപ്പൊ ഞാൻ ഓർത്ത്, എന്തായാലും നമ്മളിന്ന് ഗ്രൂമിങ്ങിനാണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ നല്ലൊരു സെന്ററാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും നമ്മൾ പുറത്ത് പോകുമല്ലോ, എന്നാ പിന്നെ കുക്ക് ചെയ്യേണ്ട, ലഞ്ചും കൂടി പുറത്തുനിന്ന് കഴിക്കാന്ന് ഓർത്ത്. അപ്പൊ നമ്മുടെ മിലോ കുഞ്ഞ് നമ്മൾ എടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ എന്തായാലും ടോട്ടൽ ഗ്രൂമിങ് ആയതുകൊണ്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പൊ അത്രയും നേരം നമ്മൾ ബോറടിച്ച് കാറിൽ ഇരിക്കണ്ടല്ലോ. ഞാൻ ഓർത്ത് ഓക്കെ, നമുക്ക് ലഞ്ചും കൂടി കഴിക്കാൻ പുറമേ പോയിട്ട്. പിന്നെ അവിടെ 1-2 പുതിയ പിന്നെ റെസ്റ്റോറന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണത്തിൽ നമുക്കൊന്ന് കയറി നോക്കാന്ന് ഓർത്തു. ഒരെണ്ണം സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു, എന്നാലും കണ്ടിട്ട് നല്ല ഒരു പാർക്ക് പോലെയൊക്കെ തോന്നി. എന്നാൽ അവിടെ ഒന്ന് കയറാൻ ഇന്നെന്ന് ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞേ. അപ്പൊ നമ്മൾ നേരെ മിലോ കുഞ്ഞിനെ കൊടുത്തിട്ട് ഗ്രൂമിംഗ് സെന്ററിൽ കൊടുത്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനും കൂടി പോകാം. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറ്റി നമുക്ക് ഷൂട്ട് ചെയ്യാം. വായോ. ഇങ്ങനത്തെ ഇതിനകത്ത് കയറിയിരിക്കാൻ മിലോയ്ക്ക് ഭയങ്കര മടിയാണ്. അതിന് കാറിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പിന്നെ ഓടിച്ചാടി നടക്കണം, അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇതിനിരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഒരേ വട്ടം നമ്മൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ കാറ് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം, രോമൊക്കെ ആയാലും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ബാസ്ക്കറ്റിൽ തന്നെ ഇന്ന് വെച്ചുകൊണ്ട് പോകാം, അങ്ങനെ ഓർത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മിലോ കുഞ്ഞിനെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നേരെ പോയേക്കാം. നമ്മുടെ വീടെന്ന് പറയുന്നത് വയനാട്ടിന്റെ ഒരു സെന്ററിലാണ് കേട്ടോ. അതുകൊണ്ട് ഏത് വശത്തേക്ക് 4 വശത്തേക്ക് നമുക്ക് റോഡുണ്ട്. അപ്പൊ ഏത് വശത്തേക്ക് പോകണമെങ്കിലും നല്ല മനോഹരമായ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പുഴയും വയലും പച്ചപ്പും ഒക്കെ ആയിട്ട് മനോഹരമായ സ്ഥലത്തു കൂടിയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഗ്രൂമിംഗ് സെന്ററിലേക്ക് എത്തിയിട്ടോ. ഇതിനുമുമ്പ് നമ്മുടെ ഇതിനു മുമ്പുള്ള മിലോയെ ഞാൻ ഗ്രൂമിംഗ് സെന്ററുകളിൽ വേറെ 2 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. അവര് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട് കേട്ടോ. മിലോയൊക്കെ ഭയങ്കര ഷോക്കിൽ പോയി പാനിക്കായിട്ട് അവരെ പിടിച്ച് കടിക്കും, ഓടി രക്ഷപ്പെടാൻ തുടങ്ങും, പിന്നെ ഭയങ്കര ഡിപ്രഷനിൽ പോവുകയൊക്കെ ചെയ്യൂട്ടോ. ഇവിടെ നമ്മൾ പലവട്ടം ഇവരുടെ കൂടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇവരെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കണ്ണടച്ച് നമുക്ക് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാട്ടോ. അത്ര നന്നായിട്ടാണ് ഈ മനുഷ്യൻ അവരെ കെയർ ചെയ്യുന്നത്. അതുമല്ല മിലോ എന്ത് ക്വൈറ്റായിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കും പോലെ ഇവരുടെ അടുത്ത് സഹകരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് തന്നെ മാന്തിയിട്ട് മുറിഞ്ഞായിരിക്കും. വെള്ളം അങ്ങനെ പോയെന്നാ എനിക്ക് സംശയം. പിന്നെ അന്നത്തെ പോലെ പ്രൈവറ്റ് ഏരിയ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്ത് തന്നെ നഖവും മുറിക്കണോ. ഭയങ്കര മാന്തലാവാ. നഖം പെട്ടെന്ന് വളരുമല്ലേ നിങ്ങളുടെ? അതെ അല്ലേ, ഞങ്ങള് വെട്ടാൻ എനിക്ക് ഇത് സമ്മതിക്കത്തുമില്ല.
ഇപ്പൊ അന്ന് ബാത്ത് എടുത്തിട്ട് കുറച്ചായല്ലോ, അപ്പൊ അതേ പിന്നെ ഫുള്ള് നഖം വളർന്നേക്കുക. ഇന്ന് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ. ഇതിനു മുമ്പ് ഗ്രൂമിംഗ് സെന്ററുകാര് ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ഞാൻ അന്ന് നിർത്തിയതാണ് നമ്മുടെ പെറ്റ്സുകളെ ഇങ്ങനെ ദ്രോഹിക്കാൻ കൊടുക്കണ്ടെന്ന് ഓർത്ത്. പിന്നെ ഞാൻ അറിഞ്ഞു ഇവരെ കുളിപ്പിച്ചോണ്ടിരുന്നേട്ടോ. പക്ഷെ ഇപ്പൊ എങ്ങനെയോ ഞാൻ കണ്ടുപിടിച്ചാണ് ഈ ഒരു 1 ഇയർ മുമ്പ് ഇവിടെ. പിന്നെ ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അത്ര നന്നായിട്ട് ഇവര് കെയർ ചെയ്യുന്ന ധൈര്യമായിട്ട് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാം. അങ്ങനെയാണ്. അപ്പൊ പിന്നെ വഴിക്കൂടെയൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് ഞാൻ എന്ത് കഴിക്കുന്നു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു കിറുകിലും തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. BP ഒക്കെ താഴും പോലെ അങ്ങനെ ഒരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ടാബിന്റെ സൈഡ് എഫക്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ കയറാം എന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് DNC ഡൈൻ ആൻഡ് സെലിബ്രേറ്റ് അങ്ങനെ ഒരു സെന്റർ. ഇത് വല്ല പാർക്കാണോ അത് റെസ്റ്റോറന്റ് ആണോ വലിയ ഐഡിയ ഒന്നും നമുക്കില്ല. ആദ്യമായിട്ട് നമ്മളിങ്ങനെ പോയപ്പോ കൽപ്പറ്റ ഈ വഴി പാസ് ചെയ്ത് പോയപ്പോ കണ്ടതാണ്. എന്തായാലും നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഫുഡ് ഉണ്ടോ എന്തൊക്കെയാണോ. അത് ഇവിടെ തുടങ്ങി ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ കയറി ചോദിച്ചപ്പോൾ നോക്കുമ്പോൾ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. വൈകുന്നേരം പിന്നെ നോമ്പ് തുറ സമയമൊക്കെ ആകുമ്പോൾ ഫുൾ ആക്റ്റീവ് ആകുമെന്ന് അവർ പറഞ്ഞു കേട്ടോ. സ്റ്റാർട്ടിംഗ് ആണ് ഇവര്. എന്തായാലും നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. ഒരു മരം കണ്ടോ, ആ മരത്തിനെ കളയാതെ തന്നെ ഇങ്ങനെ ആ ഒരു മേൽക്കൂരയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തേക്കാണ്. പിന്നെ നല്ല ഓപ്പൺ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലം. ഒരു ചൈനയിലൊക്കെ പോയ ഒരു പ്രതീതി തോന്നിട്ടോ. ആ ഒരു രീതിയും ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ പോലെ തോന്നിട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ ഈ ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ഭയങ്കര കംഫർട്ടാണ് നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള സ്ഥലത്ത് പോകാനും. എനിക്ക് കുറച്ച് ഇടുങ്ങിയ സ്ഥലം ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ട് എനിക്ക്. അങ്ങനെയുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഫിയർ കയറി എനിക്ക് ഇഷ്ടമായില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സറൗണ്ടിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എന്തായാലും അവിടെ അവരുടെ ഒരു പെരുമാറ്റ രീതിയും പിന്നെ അവിടെ നിന്നുള്ള പ്രകൃതിയൊക്കെ കാണാനും ഒക്കെ നല്ല രസം കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പും കാറ്റും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു പിന്നെ കേരളത്തിലൊരു സ്ഥലമാണെന്ന് അങ്ങനെ പെട്ടെന്ന് തോന്നത്തില്ല. ആ ഒരു രീതിയിൽ തോന്നിയായിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇവരിവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ എന്നവര് പറഞ്ഞു. നല്ലൊരു പാവം പെങ്കൊച്ച്. ഇത്രയും നേരം കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റിയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അശ്വൻ കൊച്ചു മെനു കാർഡൊക്കെ വായിച്ചു പഠിക്കുന്ന സമയം കൊണ്ട് കേട്ടോ. എന്തായാലും കുഴിമന്തി കഴിക്കാനാണ് എന്റെ ഇഷ്ടം. കുഴിമന്തി പിന്നെ ഈ ജ്യൂസ് എന്തെങ്കിലും വേണോടാ? ജ്യൂസ് പോലെ ഷെയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? അശ്വൻ കൊച്ചിന്റെ ചോദ്യം കേട്ടിട്ട് എനിക്ക് വരെ ചിരി വന്നു കേട്ടോ. അവരെന്തായാലും സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പൊ അവരെ എല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ രീതിക്കാണ് എല്ലാം. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചെന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇനി എന്തായാലും റിപ്പീറ്റ് ഇവിടെ വരുമെന്ന് ഞാൻ ചെന്നിരുന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചേ. തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഹട്ടുകളിൽ ഇരിക്കുന്നുണ്ടോ? രാത്രി വരണം. ഞങ്ങളൊരു ദിവസം രാത്രിയിൽ പോയപ്പോഴാണ് കണ്ടേ. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ട ഒരു പർപ്പസ് ഉള്ളൂ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന സ്റ്റാഫുകള്, നല്ല പോസിറ്റീവായുള്ള ഒരു അന്തരീക്ഷം, പിന്നെ നല്ല പച്ചപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ പുള്ളിക്കാരി കുറേ നേരം നിന്ന് സംസാരിച്ചു കേട്ടോ. കൊല്ലത്താണ്. ഹസ്ബൻഡും വൈഫും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ കുറെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അവിടത്തെയും ഇവിടത്തെയൊക്കെ വയനാട്ടിൽ ആദ്യമായിട്ട് സ്റ്റേ ചെയ്യുവാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ഒക്കെ കൊടുത്ത് കുഴിമന്തി കഴിക്കാന്ന് ഓർത്തു കേട്ടോ. നമ്മൾ എവിടെയൊക്കെ കുഴിമന്തി കഴിച്ചിട്ടും എനിക്ക് ആ ഒരു തൃപ്തി വരുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഇനിയിപ്പോ പുതിയ സ്ഥലമല്ലേ, ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തിട്ട് നമ്മളിവിടെ അത് കൊടുത്തു. മൂവായിരത്തി വാട്സപ്പ് അല്ല ഇതെടുത്തു. എനിക്ക് ഒത്തിരി നല്ല വാച്ച് കിട്ടും. അശ്വിന് വാച്ചൊക്കെ ഭയങ്കര ക്രൈസ് ആണ്. അതുകൊണ്ട് ഞാനൊരു പുതിയ വാച്ച് മേടിച്ച് കെട്ടിയപ്പോ അവൻ അത് നോട്ട് ചെയ്ത്. അപ്പൊ അവൻ ചോദിച്ചു, അമ്മ 3000 രൂപേന്റെ ഒക്കെ വാച്ച് മേടിക്കുമെന്ന് എന്നോട് വില ചോദിച്ചപ്പോ 3000 ഒക്കെ വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ ഞാൻ അവനെ കളിയാക്കുറത്, നിനക്ക് മാത്രമേ നല്ല വാച്ച് കേട്ടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഷെയ്ക്ക് വന്നു. അശ്വിൻ ബദാമിന്റെ എന്തോ ഷെയ്ക്കാണ് മേടിച്ചത്. ഞാൻ എന്തായാലും അവോക്കാഡോ മേടിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും. പിന്നെ നമ്മുടെ കുഴിമന്തി വന്നു. സത്യം പറയാലോ കൂട്ടുകാരെ, 10 വർഷമായി ഞാനിപ്പോ സൗദി അറേബ്യയിൽ നിന്ന് പോന്നിട്ട്. ഈ 10 വർഷത്തിന്റെ ഉള്ളില് ഇത്രയും ടേസ്റ്റ് ഞാനൊരു നല്ല കുഴിമന്തി കഴിച്ചിട്ടേ ഇല്ല. നല്ല ഒത്തന്റിക് ടേസ്റ്റ് ആയിരുന്നു.
നമുക്കറിയാലോ അറബ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സൗദി അറേബ്യയിലൊക്കെ നല്ല നല്ല ടേസ്റ്റി കുഴിമന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആ ഒരു രുചി സത്യം പറഞ്ഞാൽ ഈ 10 വർഷത്തിന് ശേഷം എത്രയോ തവണ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഭയങ്കര മസാലയൊക്കെ ആയിരിക്കും എല്ലായിടത്തും. ഇതാ നല്ല ഒതന്റിക് ടേസ്റ്റി തന്നെ അങ്ങനെയായിരുന്നു. എന്തായാലും വയറ് നിറച്ചു കഴിച്ചത് നല്ല അളവിലൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. എന്തായാലും പുതിയൊരു സ്ഥലത്ത് ചെയ്യുന്നത് ഭയങ്കര തൃപ്തിയായിട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഇത് അവിടുത്തെ പാർട്ട്ണർ ആണോ അതെയോ പിന്നെ മാനേജർ ആണോ എന്താന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും പുള്ളിക്കാരൻ നമ്മൾ വന്ന് പരിചയപ്പെട്ടു. നമ്മളിങ്ങനെ എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് ഒത്തിരി വിശേഷങ്ങളൊക്കെ സ്റ്റാഫുകളോടൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അവരും നമ്മളോട് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ അവരും പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ അച്ഛനും കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എവിടെ ചെന്നാലും നമ്മളിങ്ങനെ ആളുകൾ പരിചയപ്പെടും കേട്ടോ. നമുക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഓർത്ത് വെക്കും ചെയ്യട്ടെ. എത്ര ലേറ്റ് ആയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓർക്കൂട്ടോ നിങ്ങൾ അന്ന് വന്നല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവര് വീണ്ടും വന്ന് സംസാരിക്കട്ടോ. അതൊക്കെ ഒരു ഭയങ്കര രസമല്ലേ അല്ലെ? നമുക്ക് ഭയങ്കര പോസിറ്റീവ്. എന്നെ സംബന്ധിച്ച് ഇതുപോലെ പുതിയ പുതിയ റെസ്റ്റോറന്റുകൾ പുതിയ പുതിയ അന്തരീക്ഷങ്ങളിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ത്രില്ലാണ് നമുക്കല്ലേ. ഏതൊക്കെയാന്നൊക്കെ കാണാം. അതൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. എന്നിട്ട് മുളി കയറി നോക്കിയപ്പോ നിറയെ ഹട്ടുകൾ കേട്ടോ. ഈ സ്ഥലം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്ന ആ സമയം മുതൽ ഇവിടെ ഭയങ്കര തിരക്കാന്ന് അവർ പറഞ്ഞു കേട്ടോ. തുടങ്ങിയിട്ടുള്ളൂ എന്നിട്ട് തന്നെ. പക്ഷെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിന്റേതായ ഒരു ഇതുണ്ട്. എന്നാൽ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. എനിക്കിതുപോലെ ഈ ഹട്ടുകളിലൊക്കെ ഇരുന്ന അങ്ങനെ നമ്മുടെ ഒരു ചെറുപ്പത്തിൽ നൊസ്റ്റാൾജിയും കൂടിയാ അല്ലെ. നമ്മളിങ്ങനെ കാപ്പിത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ വീട് വെക്കുക കഞ്ഞിയും കറിയും വെക്കുക അതൊക്കെ ഈ ഒരു രീതിയല്ലേ. പിന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ വീടിന്റെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ കച്ചിയുടെ വീടുകളാ. കച്ചി എന്നാ നമ്മൾ പറയുന്നത്. ഈ ഇങ്ങനത്തെ പുല്ലിന്റെ വീട് കച്ചിയുടെ വീട് എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ ഭയങ്കര രസം. മരമൊക്കെ അങ്ങനെ തന്നെ നിർത്തിയേക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടാവും കേട്ടോ. 6 മണി കഴിഞ്ഞിട്ട് സ്ഥലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കൽപ്പറ്റ വഴി പോയപ്പോ ലൈറ്റ് കണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളും പറഞ്ഞു രാത്രിയാണ് ഏറ്റവും ഭംഗി ലൈറ്റിങ്ങും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ. അത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയായിരിക്കും നല്ല രസമായിരിക്കും. എന്തായാലും ഇത് ഫുള്ളി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര രസമായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി കേട്ടോ. ഇനി എന്തായാലും വരണം. ഇനി വരുമ്പോൾ നമുക്ക് രാത്രി വരാം ഫുഡൊക്കെ കഴിക്കാം. ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കാണാൻ എൻജോയ് ചെയ്യാം. ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ. പിന്നെ ഞാനിങ്ങനെ എനിക്ക് എന്തിന്റെ വട്ടാന്ന് എനിക്ക് എന്നെ അറിയത്തില്ല. ഞാൻ അച്ഛനോട് പറയണേ ഇങ്ങനെ ഇതിപ്പോ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ അച്ഛനോട് പറയണേ എടാ ഇത് എന്റെ പ്രോപ്പർട്ടി അറിഞ്ഞു ഞാൻ ഇവിടെ ഇപ്പൊ ഇന്ന ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അച്ഛൻ ഭയങ്കര ചെയ്യാറുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പോലെ തോന്നിട്ടോ. ഞാൻ പറഞ്ഞു എടാ ഇതിപ്പോ എന്റെ ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും ഇങ്ങനെ ആ കുന്നിന്റെ താഴെയായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു വലിയ വെള്ളച്ചാട്ടം ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ പറഞ്ഞ് അറേഞ്ച് ചെയ്യൂടാ. പിന്നെ നിറയെ ഇങ്ങനെ മരത്തിന്റെ സ്റ്റൂളുകളൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഈ പുൽത്തകടികളിലൊക്കെ അങ്ങനെ. പിന്നെ 2 ഭയങ്കര വലുപ്പത്തിലൊന്നും ഊഞ്ഞാലാടാൻ പറ്റിയില്ലെങ്കിൽ 2 ഊഞ്ഞാലൊക്കെ കൊടുത്തേനടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഓരോ കാര്യം. എല്ലാവരുടെയും പ്രോപ്പർട്ടിയിൽ നിന്നിട്ട് നമ്മൾ ഓരോന്ന് ഇമാജിൻ ചെയ്ത് ഡ്രീം കാണുന്ന കേട്ടോ. എന്നാലും നമുക്ക് ഒരു സുഖമല്ലേ ഇന്ന ചേഞ്ചസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നാൽ എന്തൊക്കെ രസം ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുന്ന തന്നെ രസമല്ലേ അല്ലെ. അങ്ങനെ നമ്മൾ എന്തായാലും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇനിയിപ്പോ തിരിച്ചു പോരുവാണ്. അപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. 2 മണിക്കൂർ എടുക്കും എന്തായാലും നമ്മുടെ മിലോ കുഞ്ഞിന്റെ കുളിയും പിന്നെ നഖം വെട്ടും ഒക്കെ കഴിയണം കേട്ടോ. അപ്പം ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ 2-3 സ്ഥലം കൂടി പുതിയ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ 2 സ്ഥലത്തും കൂടി നമുക്ക് കയറാനുണ്ട്. ഒരു കുഴിമന്തിന്റെ മാത്രം ഒരു സ്പെഷ്യൽ ഏരിയ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പ്രാവശ്യം കയറണം. പിന്നെ അവിടെ വേറൊരു റെസ്റ്റോറന്റ് കണ്ടു അവിടെയും കയറാനുണ്ട്. അപ്പൊ പുതിയ 2 സ്ഥലം കൂടി ഇവിടെ കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് ഞാൻ പോരാട്ടെ. ഇപ്പൊ ഇനി 2 ട്രിപ്പ് അങ്ങനെ വരണം. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഗ്രൂമിംഗ് സെന്ററിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കും ഇനിയിപ്പോ വേറെ പരിപാടികളൊന്നുമില്ല. ഷോപ്പിംഗ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ എനർജി ഇല്ല കേട്ടോ. ടാബ് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്ഷീണം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി തിരിച്ചു പോയി റെസ്റ്റ് എടുക്കാൻ നിർത്താം. അതുമല്ല ഞാൻ എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു ഒതന്റിക് കുഴിമന്തി തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ വയനാട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തോടെയൊക്കെ പോകുമ്പോൾ അവിടെ കയറി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെയല്ല നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നന്നായിട്ട് പെരുമാറുന്നവര് നല്ല ഫുഡ് കഴിച്ചവര് കഴിച്ച സ്ഥലം അങ്ങനെയൊക്കെയുള്ള അവരെ കുറിച്ച് 2 കവിള് നല്ല വാക്ക് സംസാരിക്കേണ്ടത് അതൊരു സാമാന്യ മര്യാദയില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ അവരെ നമുക്ക് പേഴ്സണലി അറിയോ ഒന്നുമില്ല. ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഞാൻ എവിടെ ചെന്നാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ്.
അശോകൊച്ചു പിന്നെ ഹാപ്പി മൂഡാണെങ്കിൽ കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പാട്ടിടുമല്ലോ വണ്ടിയിൽ, അതും കേട്ട് എ സിയുടെ തണുപ്പിൽ കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാനുള്ള മൂഡായിരിക്കും കേട്ടോ. പക്ഷെ അവനിങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നോമ്പുകാലം ആയതുകൊണ്ട് പകല് വലിയ വാഹനങ്ങളോ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ കിട്ടിയ ചാൻസിൽ വണ്ടി പറപ്പിച്ചു വിടുകയും ചെയ്യും. അത് എനിക്ക് പേടിയാട്ടോ. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ആൺപിള്ളേരില്ലേ, അവർ എത്ര പറഞ്ഞാലും അവർക്ക് കിട്ടുന്ന സ്ട്രൈറ്റ് റോട്ടിൽ കൂടെയൊക്കെ ഇവരെ പറപ്പിച്ച് ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയട്ടോ, നീ കാറ് ഓടിക്കുന്ന ഫ്ലൈറ്റ് അല്ല നീ ഓടിക്കുന്ന, എനിക്ക് സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ അനുവദിക്കുന്നുട്ടോ. ആ രീതിക്ക് എന്തായാലും നമ്മൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ വിലോ കുഞ്ഞിതാ എന്ത് ശാന്തരായിട്ട് ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എൻജോയ് ചെയ്ത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നിട്ട് ആ സ്പ്രേ മണോ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് പൊന്നായിട്ട് നല്ല വൃത്തിക്കാണ്. എന്താ 2 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പലവട്ടവും. നമ്മളിവിടെ ഇവരുടെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. അപ്പൊ എത്ര ആത്മാർത്ഥമായിട്ട് ആ പുള്ളി ജോലി ചെയ്യുന്നതെന്നോ. വലിയ റേറ്റും ഇല്ല ഇവിടെ, അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മള് അവിടെ ഒരു നല്ല അക്വേറിയം ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഞാനത് കണ്ട് കൊതി വിടും കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ 2-3 പ്രാവശ്യം അക്വേറിയം മേടിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയൊരു അക്വേറിയം നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഞാൻ എല്ലാ പ്രാവശ്യം അച്ഛനോട് പറയും, നമുക്ക് ഒന്നോടെ സെറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് കുറെ പൈസ മുടക്കാതെ വീണ്ടും സെറ്റ് ചെയ്യും. അത് കഴിയുമ്പോ പക്ഷെ അത് ഇങ്ങനെ എന്താ ഒരു പച്ച ഇത് പിടിച്ച് കറ പോലെ പിടിച്ച് അങ്ങനെ അതൊക്കെ ആയിട്ട് നാശമായി പോകും. അപ്പൊ ഈ പ്രാവശ്യം ഈ പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിലും പുള്ളിക്കാരൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ നമുക്ക് തോന്നി ഓക്കെ, ആ രീതിക്കൊന്നും അല്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒന്നോടെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒത്തിരി പൈസ മുടക്കി നമ്മൾ ഇതുപോലെ ഒരു അക്വേറിയം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പൊ ഫൈനലി നമുക്ക് ഇന്ന് അതിന്റെ കുറച്ച് സാധനങ്ങളും കൂടി മേടിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഒത്തിരി ഫിഷുകൾ വേണം, എന്നിട്ട് ഭയങ്കര പച്ചപ്പും കാര്യങ്ങളും എല്ലാം വേണം, നല്ല വലിപ്പമുള്ള അക്വേറിയം ആയിരിക്കണം, അതാണ്. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക വെള്ളച്ചാട്ടം, അതും എന്റെ ഡ്രീമിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യം കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ ഇന്നും എനിക്ക് ആവേശമായിട്ട് എന്തായാലും ഈ പ്രാവശ്യം ഒരു വട്ടോടെ നമുക്ക് സെറ്റ് ചെയ്യണോടാന്ന് പറഞ്ഞ് ഞാൻ അവനോട് ഇങ്ങനെ പറയുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കയറാനുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ മിലോ കുഞ്ഞിന് ബാത്ത് കൊടുക്കുന്ന ദിവസം നമ്മൾ സ്പെഷ്യൽ ഫുഡ് നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിലും അതല്ലാതെ വേറൊരു ഫുഡ് ഞാൻ മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതിന് ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഇച്ചിരി ഒരു മൂഡ് ഓഫ്, ഒരു ഡിപ്രഷനാണ് കേട്ടോ ഒരു ദിവസത്തേനൊക്കെ. പിറ്റേ ദിവസം മുതൽ അന്ന് ഒരു സെഡേഷൻ മോഡിലായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം മുതൽ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ അതിന് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിന് സ്പെഷ്യൽ ട്രീറ്റ് വേണം. അപ്പൊ നമ്മൾ എപ്പോഴും വരുന്ന മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിറയെ പെറ്റ്സുകളുണ്ട് കേട്ടോ. വെറും 20,000 രൂപയുള്ളത് കേട്ടിട്ട് ഷോക്കിൽ പോയിട്ടോ. പാവം കുഞ്ഞ്, പക്ഷെ നന്നായിട്ട് ഇണങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു, വെറുതെ ഒരു 20,000 രൂപ കളയാനുണ്ടെങ്കിൽ നമുക്ക് മേടിക്കായിരുന്നു ഇതിനെ ഞാൻ അച്ഛനോട് പറയാറുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മുടെ കൂടെ ജീവിച്ച് കിട്ടുമോ, എത്ര നാൾ നിൽക്കുമോന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. 4 പക്ഷീനെ, നല്ല വിലയുള്ള പക്ഷീനെ മേടിച്ചിട്ട് പറന്നുപോയ ചരിത്രത്തിൽ നിൽക്കുന്ന ആളാണ് ഞാനിപ്പോ. അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലും വേണ്ടാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. എന്തൊക്കെയാണെങ്കിലും കൂട്ടുകാരെ, എവിടെയൊക്കെ പോയി എന്തൊക്കെ ഫുഡ് കഴിച്ചാലാ, ഇത് നമ്മുടെ പിന്നെ മരമുല്ലയാണ് കൂട്ടുകാരെ, മേടിച്ചോളൂ കേട്ടോ. വേഗം ഇതിന്റെ കുറച്ച് തൈകൾ എന്റെ അടുത്ത് ബാലൻസ് ഉള്ളൂ. ഇപ്പൊ നിറയെ വിരിയ നല്ല മണമുള്ള കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു മരം നിറയെ മുല്ലപ്പൂ. അങ്ങനെയാണ് പറഞ്ഞു വന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മള് എവിടെയൊക്കെ പോയി എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അവനോന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സുഖവും സന്തോഷവും ഒരു സമാധാനം അല്ലെ. വന്നൊന്നങ്ങ് ഇരുന്നാ മതി, വന്നിട്ടൊരു ചായ വെച്ച് കുടിച്ചാൽ മതി, അതാണ് നമ്മുടെ ഫീൽ കേട്ടോ. അങ്ങനെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. റിംഗോൺ ക്രീപ്പറിന്റെ തൈകൾ നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നുണ്ട്. കാറ്റ്സ് ക്ലോയും ഒക്കെ പൂ തുടങ്ങിയിട്ടുണ്ട്. ഇത് വന്നു കഴിയുമ്പോ അമ്മ ഒന്ന് വേഗം ഒന്ന് വാതിലോർക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കയറി പോട്ടെ എന്നുള്ള ഒരു മട്ടും ഭാവമൊക്കെ. അപ്പൊ അതായിരുന്നു കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ മിലോയുടെ ബർത്ത്ഡേ. അപ്പൊ ശരി, ലൈക്കും ഷെയറും കമന്റും ഒക്കെ വേണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാട്ടോ. അപ്പൊ ചെടികളൊക്കെ വേണ്ടവര് വേഗം വായോ. ബാക്കി പ്രൊഡക്റ്റുകൾ കേട്ടോ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീനിലുണ്ട് കേട്ടോ. ഓക്കെ ടാറ്റാ.